ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ചാനലിൽ കൂടി കാണിക്കുന്നത് ഒരു സഞ്ചരിക്കുന്ന റേഷൻ കടയാണ്. 50 കിലോമീറ്ററോളം ഏരിയയിലുള്ള ഒരു സഞ്ചരിക്കുന്ന റേഷൻ കട. എന്താണ് സഞ്ചരിക്കുന്ന റേഷൻ കട? നമുക്കത് കേൾക്കാം. സഞ്ചരിക്കുന്ന റേഷൻ കട നമ്മുടെ ചാലക്കുടി താലൂക്ക് അതിരപ്പള്ളി പഞ്ചായത്തിലെ ഒരു 9ഓളം വരുന്ന ആദിവാസി സങ്കേതങ്ങൾക്ക് നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ റേഷൻ കട മുഖേന റേഷൻ വിതരണം നടത്തുന്ന പദ്ധതിയാണത്. കുറച്ച് കാലം തുടങ്ങിയിട്ട് ഒരു 9 കോളനി, ചാലക്കുടിയിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെ ഷോളയാറാണ് ഏറ്റവും അവസാനത്തെ കോളനി. അവിടെ നിന്ന് ഒരു 45 കിലോമീറ്റർ ഇവിടെ ഉണ്ടാവും. അപ്പം നമ്മൾ 2 ദിവസങ്ങളായിട്ടാണ് നടത്തുന്നത്. ഒരു ദിവസം 5 കോളനി ഷോളയാർ ഭാഗത്തുള്ള, പിന്നെ 5 കോളനി വാഴച്ചാലിൻ്റെ ആ ഭാഗത്ത്. ആന, കാട്ടുപോത്ത്, മാൻ, പുലിയൊക്കെ ഉണ്ടെന്ന് പറയപ്പെടും. പക്ഷെ നമ്മളിതുവരെ കണ്ടിട്ടില്ല. രാവിലെ 9 മണിക്ക് തുടങ്ങിയാൽ നമ്മൾ 7:30 തിരിച്ചു വരുന്നത്. നമ്മളിപ്പോൾ കേട്ടതുപോലെ ഈ സഞ്ചരിക്കുന്ന റേഷൻ കടയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്ക് ആ പ്രത്യേകമായ കാഴ്ചകളൊക്കെ കാണാം. പലപ്പോഴും പലരും ഈ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ ഇത് കാണുന്ന ആളുകൾ യാത്ര ചെയ്തിട്ടുണ്ടാകും. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലേക്കും വണ്ടിയിൽ നിന്ന് കാഴ്ചകൾ കാണാൻ പറ്റും എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ 2 വശത്തുമുള്ള ട്രൈബൽ സങ്കേതങ്ങളിലേക്ക് നമുക്ക് ആർക്കും പോകാൻ സാധിക്കുകയില്ല. അത്തരത്തിലുള്ള അവിടെയുള്ള താമസിക്കുന്ന ആളുകളിലേക്കും അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും നമുക്ക് ക്യാമറ തിരിക്കാം. അത്തരം ചില കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളങ്ങനെ ഏറ്റവും ആദ്യത്തെ ട്രൈബൽ സങ്കേതത്തിലോട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പെരിങ്ങൽകുത്ത് എസ്റ്റേറ്റ് ട്രൈബൽ സങ്കേതത്തിലാണ്. അതിരപ്പള്ളിയിൽ നിന്നും ഏകദേശം 10 കിലോമീറ്ററോളം ദൂരമാണ് ഇവിടേക്കുള്ളത്. ഏകദേശം 30ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അവർക്കുള്ള റേഷൻ മാസത്തിൽ ഒരു തവണയാണ് ഇവിടെ നിന്നും ലഭിക്കുക. ഇങ്ങനെ വരുന്ന റേഷൻ വാങ്ങാനായിട്ട് വണ്ടി വരുന്ന ദിവസവും സമയവും ഇവരെ മുൻകൂട്ടി അറിയിക്കുകയും ഇവരിവിടെ വണ്ടിയുടെ അടുത്ത് വണ്ടി നിർത്തുന്ന സ്ഥലത്ത് അവർ കാത്തു നിൽക്കുകയുമാണ് പതിവ്. ചാലക്കുടി താലൂക്ക് സപ്ലൈ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് വിതരണം നടക്കുക. ഈ അങ്ങോട്ടുള്ള കോളനികളൊക്കെ പ്രധാന റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ടുള്ള കോളനികളാണ്. അത്തരം കോളനികളോട്ടാണ് നമ്മളിനി പോകുന്നത്. ഇവിടെ നമ്മൾ റോഡിൻ്റെ ഇടതുവശത്ത് കാണുന്നത് പെരിങ്ങൽകുത്ത് ഡാം റിസർവോയറിൻ്റെ ഭാഗമാണ്. വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. റോഡിൻ്റെ ഒരു വശത്ത് കൊടും കാടും ഇടതുവശത്ത് നേരത്തെ കണ്ട ഡാമിൻ്റെ വൃഷ്ടി പ്രദേശവുമാണ്. മനോഹരമായൊരു കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക. ഈ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് പോകാനുള്ള 2ാമത്തെ കോളനി, അതായത് വാച്ചുമരം എന്നാണ് ആ കോളനി നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര്. വാച്ചുമരം ട്രൈബൽ സങ്കേതത്തിലെ കാടർ വിഭാഗം അവരുടെ കോളനിയിലോട്ടാണ് നമ്മളിപ്പോൾ കടന്നു ചെല്ലുന്നത്. വണ്ടി വന്നതറിഞ്ഞ് എല്ലാവരും റേഷൻ വാങ്ങാനായിട്ട് അവരവരുടെ വീടുകളുടെ മുൻപിലോട്ട് സഞ്ചിയുമായി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. ഏകദേശം 45ഓളം കുടുംബങ്ങളാണ് ഈ ഊരിൽ താമസിക്കുന്നത്. ഇവർക്ക് ഈ റേഷൻ വണ്ടിയിലെത്തുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന റേഷൻ കട എന്ന് പറയുന്ന ഈ ആശയം വളരെയധികം ഗുണപ്രദമാണ്. ഇത്തരമൊരു സംവിധാനം ഇല്ല എങ്കിൽ ഇവർക്ക് ഏകദേശം 15ഓളം കിലോമീറ്റർ യാത്ര ചെയ്താലാണ് റേഷൻ വാങ്ങാൻ കഴിയുക. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ വണ്ടി വരുന്നതനുസരിച്ച് മുഴുവൻ ആളുകളും ഇവിടെ ഈ വണ്ടിയുടെ അടുത്ത് റേഷൻ വാങ്ങാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് റേഷൻ കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ വീടുകൾക്ക് മുൻപിലൂടെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. കാരണം ഈ റോഡിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ കൊടുങ്കാടാണ്. ആ കാട്ടിൽ നിന്നും വന്യമൃഗങ്ങളൊക്കെ വരുന്നതിൽ നിന്നും തടയുക എന്നതാണ് ആ ഫെൻസിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം. ഇവിടെ നിന്ന് നമുക്ക് ഇനി പോകേണ്ടത് വാച്ചുമരം ട്രൈബൽ സങ്കേതത്തിലെ മലയർ വിഭാഗം താമസിക്കുന്ന മറ്റൊരു കോളനിയിലോട്ടാണ്. നേരത്തെ കണ്ട കോളനിയുടെ വളരെ അടുത്ത് തന്നെയാണ് ഈ കോളനിയും. പക്ഷേ ഈ കോളനിയിലോട്ട് വാഹനം റിവേഴ്സിൽ മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി തിരിക്കാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ നിറയെ വളവും തിരിവുമുള്ള റോഡാണെങ്കിൽ തന്നെയും ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അപ്പോൾ അവർ അവിടെ വണ്ടി ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകളും ഇതുപോലെ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം 10ഓളം കുടുംബങ്ങൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ നമ്മൾ ഫെൻസിങ്ങിന് പുറത്തിട്ടിട്ടാണ് വിതരണം നടത്തുക. ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഇവർക്ക് കുറച്ച് നാൾ മുമ്പ് ഇവരുടെ പട്ടിയെ പുലി വന്ന് പിടിച്ചു കൊണ്ടുപോയത്, എന്നിട്ട് പുലിയെ ഇവർ ഓടിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം നേരത്തെ കണ്ട കോളനിയിൽ വനവിഭവങ്ങൾ ശേഖരിക്കുകയായിരുന്നെങ്കിൽ ഇവർ വനത്തിനകത്ത് തന്നെ കൃഷി ചെയ്യുകയാണ്. ഇവർ മലയർ വിഭാഗത്തിൽപ്പെട്ട ഇവർ റബ്ബർ, കുരുമുളക്, അതോടൊപ്പം തന്നെ പ്ലാവ്, മറ്റ് നാട്ടുവിഭവങ്ങളൊക്കെ ഇവർ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനമാണ് ഇവിടെയുള്ള ഈ 10ഓളം കുടുംബങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം.
റേഷൻ കടയിലോട്ട് ഏകദേശം 15 കിലോമീറ്ററോളം ഇവർക്ക് യാത്ര ചെയ്യണം. ഇത്തരമൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല എങ്കിൽ. മാത്രമല്ല ഇവിടെ വാഹനങ്ങൾ ഈ റൂട്ടിൽ തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മറ്റ് സ്വകാര്യ ടാക്സികളെയാണ് ഇത്തരമൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല എങ്കിൽ ആശ്രയിക്കേണ്ടി വരിക. അങ്ങനെയെങ്കിൽ ഇതിൽ കൂടുതൽ പൈസ, അരി വാങ്ങുന്നതിൽ കൂടുതൽ പൈസ അവർക്ക് ചിലവാക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ഷോളയാർ ട്രൈബൽ സങ്കേതത്തിലോട്ടാണ്. അതിനു മുമ്പ് ഭക്ഷണം കഴിക്കാനായിട്ട് റോഡിൽ സൈഡാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ റോഡിലിരുന്ന് ഭക്ഷണം കഴിക്കുക അല്ലാതെ മറ്റ് മാർഗവുമില്ല. ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ അവരുടെ വാഹനത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇങ്ങനെ റോഡ് സൈഡിലിരുന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കടയുടെ ഏറ്റവും അറ്റത്തുള്ള ഏകദേശം 40 കിലോമീറ്ററോളം 45 കിലോമീറ്ററോളം അകലെയുള്ള കോളനിയിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ 3 കോളനിയാണ് ഇതുവരെ കവർ ചെയ്തത്. ഇനി 3 കോളനി കൂടി കവർ ചെയ്യണം. അതിൽ ഏറ്റവും അറ്റത്തുള്ള കോളനിയിലോട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. റോഡിന് വീതി കുറവായതിനാൽ വാഹനങ്ങൾ ഓടിക്കുക എന്നുള്ളത് അല്പം പ്രയാസമുള്ള ഒരു കാര്യമാണ്. വലിയ വാഹനങ്ങളൊക്കെ വന്നാൽ ഇതുപോലെ സൈഡാക്കി നിർത്തി ഒക്കെ കുറച്ച് സമയം പോകും. നേരത്തെ പറഞ്ഞതുപോലെ 3 കോളനി ഉണ്ടെങ്കിലും ഏറ്റവും ആദ്യം ഇങ്ങോട്ടേക്ക് പോകാൻ കാരണം വഴിയിൽ മാർഗതടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോഴൊക്കെ മരം വീണ് റോഡ് ബ്ലോക്കാവും. ചിലപ്പോൾ കബാലി എന്ന് പറയുന്ന ഒരു ആന ഇവിടെ സ്ഥിരം പ്രശ്നമുണ്ടാക്കുന്ന റൂട്ടാണ്. അപ്പോൾ വാഹനത്തിന് മുന്നിൽ ആന വന്ന് നിൽക്കുകയാണെങ്കിൽ അങ്ങനെയും ഒരുപാട് സമയമൊക്കെ പോകുമ്പോൾ തിരിച്ച് നമുക്ക് ബാക്കിയുള്ള 2 കോളനി കൂടി കവർ ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ ആയതുകൊണ്ടാണ് ഉള്ള സമയത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം ഇങ്ങോട്ടേക്ക് അകലെയുള്ള കോളനിയിലോട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഷോളയാർ ട്രൈബൽ സങ്കേതത്തിലോട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ വണ്ടി അവരുടെ നേരത്തെ കണ്ട കോളനികളിലെ പോലെ അവരുടെ കോളനിയുടെ തൊട്ടടുത്തേക്ക് എത്തില്ല. ഇവിടെ മുകളിൽ വാഹനം പാർക്ക് ചെയ്തിട്ട് താഴെയുള്ള ആളുകളെ നമ്മൾ അറിയിക്കുകയാണ് ചെയ്യുക. കാരണം ഇവിടെ നിന്ന് ഹോൺ ചെയ്താൽ പോലും അവിടെയുള്ള ആളുകൾ അറിയില്ല. കാരണം ഇത് ഷോളയാർ ഡാമിൻ്റെ തൊട്ടടുത്തുള്ള പവർ ഹൗസിൽ പെൻസ്റ്റോക്ക് വഴി വെള്ളം വന്ന് അവിടെ ജലവൈദ്യുതി പ്രവർത്തിക്കുന്നതിനാൽ നല്ല ശബ്ദമുള്ളതുകൊണ്ട് അവിടെയുള്ള ആളുകൾക്ക് വണ്ടി ഹോൺ ചെയ്താൽ പോലും അറിയാൻ സാധിക്കില്ല. ആയതുകൊണ്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ അടുത്ത് പറയുകയാണ് പതിവ്. കുത്തനെ താഴേക്ക് ഇറങ്ങിപ്പോകുന്ന രീതിയിലാണ് ഇവരുടെ വഴി ഉള്ളത്. ഇവിടെ താഴെയുള്ള വീടുകളിലേക്ക് നമ്മൾ ചെന്ന് പറഞ്ഞ് അവരറിയിച്ച് ഇവർ മുകളിലോട്ട് കയറി വരും. ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ പവർ ഹൗസിനോട് ചേർന്നുള്ള അവിടെയുള്ള ജോലിയും അതോടൊപ്പം തന്നെ കാട്ടിലെ വിഭവങ്ങൾ ശേഖരിക്കുക, അതോടൊപ്പം ഷോളയാർ ഡാമിലെ മീൻപിടുത്തം, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. അപ്പോൾ ഇവിടുത്തെ വിതരണവും അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് തിരിച്ച് വന്ന വഴിയിൽ കൂടി തന്നെ തിരിച്ചു പോകണം. തിരിച്ചു പോയിട്ട് ഇനി 2 കോളനി കൂടി കവർ ചെയ്യണം. ആദ്യത്തെ കോളനി തവളക്കുഴിപ്പാറ മലയർ വിഭാഗം താമസിക്കുന്ന കോളനിയാണ്. അത് നേരത്തെ കണ്ടതുപോലെ റോഡിൽ നിന്നും വളരെയധികം ഉള്ളിലോട്ട് ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ഉള്ളിൽ ചെന്നിട്ടുള്ളൊരു കോളനിയാണ്.
വിഭാഗം താമസിക്കുന്ന കോളനി ഒരു പ്രത്യേകതയുള്ള കോളനിയാണ്. ഉള്ളിലോട്ടുള്ള വഴി കൊടുങ്കാടിനകത്ത് കൂടെയുള്ള റോഡ് തന്നെ വളരെ മനോഹരമായ ഒരു റോഡും അതിനോട് ചേർന്നുള്ള സ്ഥലമൊക്കെ നല്ല ഭംഗിയാണ്. നമ്മളിപ്പോൾ കാണുന്നത് പോത്തുപാറ കാടർ വിഭാഗം താമസിക്കുന്ന ഭവനങ്ങളാണ്. കാടിനകത്ത് വന്യമൃഗങ്ങളോട് പോരാടുമ്പോഴും അവർ താമസിക്കുന്ന ഭവനങ്ങൾ എത്രയൊക്കെ പുരോഗമിച്ചെന്ന് പറയുമ്പോഴും ഇവർക്ക് താമസിക്കാനുള്ള ഈ ഭവനങ്ങൾ കാണുമ്പോൾ, ഇവർ താമസിക്കുന്ന ഭവനങ്ങൾ കാണുമ്പോൾ നമ്മളെ ഭരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ഓർത്തുപോകുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ പോത്തുപാറ എന്നാണ്. അതായത് കാട്ടുപോത്ത് ഇവരുടെ താമസിക്കുന്ന ഭവനങ്ങളോട് ചുറ്റും ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. എങ്കിലും ഫെൻസിങ്ങിൻ്റെ പുറത്ത് കറണ്ട് ഇല്ലാത്ത സമയത്ത് ഇവരകത്തേക്കൊക്കെ കയറുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആനയെയും കാട്ടുപോത്തുമാണ് ഇവരുടെ ഏറ്റവും വലിയ ശത്രു. അപ്പോൾ അവരുടെ ഏരിയ പിന്നിട്ടു. അവരെ പറ്റി ഇനി നമുക്ക് പോയി വരുമ്പോൾ പറയാം. ഇപ്പോൾ നമ്മൾ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തവളക്കുഴിപ്പാറ മലയർ വിഭാഗം താമസിക്കുന്ന ട്രൈബൽ സങ്കേതത്തിലോട്ടാണ്. അപ്പോൾ ഏകദേശം നമ്മവിടെ എത്താറായിട്ടുണ്ട്. ഇവിടെ 50ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. കാടിനകത്ത് ഇവർ മറ്റൊരു നാട് സൃഷ്ടിച്ചേക്കാണ്. എല്ലാത്തരം വിഭവങ്ങളും നമ്മൾ നേരത്തെ കണ്ട പോലെ മലയർ വിഭാഗത്തിൻ്റെ പ്രത്യേകതയാണ്. അവർ കൃഷിയാണ് അവരുടെ ഉപജീവന മാർഗം. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള എല്ലാത്തരം കൃഷിയും ഇവരിവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റാരെയും ആശ്രയിക്കാണ്ട് തന്നെ ജീവിക്കാൻ ആവശ്യമായത് ഇവർ തന്നെ വിളയിച്ചെടുക്കുകയാണ്. വിതരണം പൂർത്തിയാക്കി നമ്മളിവിടെ നിന്നും തിരിച്ചു പോരുകയാണ്. ഇനി നമ്മൾ നേരത്തെ കണ്ട കോളനിയിലോട്ട് ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി, ഇരുട്ടാവാറായിട്ടുണ്ട്. നമുക്കൊരു കോളനി കൂടി നമുക്ക് കവർ ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് ഏകദേശം 30ഓളം കിലോമീറ്റർ തിരിച്ച് വണ്ടി ഓടിച്ചാൽ മാത്രമാണ് നമുക്ക് അതിരപ്പള്ളി എത്താൻ കഴിയുക. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഒരു കോളനി കൂടി ഇരുട്ട് വീഴുന്നതിന് മുമ്പ് കൊടുത്തു തീർക്കണം. അങ്ങനെ നേരത്തെ കണ്ട ആ കോളനിയിലൂടെ നമ്മൾ എത്തുകയാണ് പോത്തുപാറ. ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് വനവിഭവങ്ങൾ ശേഖരിക്കുക. അതോടൊപ്പം ഇവർക്ക് കിട്ടിയിട്ടുള്ള സ്ഥലത്ത് ചെറിയ രീതിയിലുള്ള കൃഷികൾ ഇവർ ചെയ്യുന്നുണ്ട്. കപ്പയാണ് പ്രധാനപ്പെട്ട കൃഷി ഇവർക്ക്. അപ്പോൾ ഇവിടെ ഏകദേശം 20ഓളം കുടുംബങ്ങളാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് അരി വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്തായിട്ട് ആനക്കൂട്ടത്തെ കാണാൻ സാധിച്ചു. അപ്പോൾ ആനക്കൂട്ടത്തെ കണ്ടപ്പോൾ കൂടെ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഫോട്ടോ എടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ പേടിച്ചിട്ടാണ് ഇവരിവിടെ താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വിതരണം കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഇപ്പോൾ 6 മണി കഴിഞ്ഞിരിക്കുകയാണ്. 6:30 സമയത്തോടടുത്ത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 30ഓളം കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിൽ മാത്രമാണ് അതിരപ്പള്ളി, ഇതിനോട് ഏറ്റവും അടുത്ത ഒരു ജംഗ്ഷൻ എന്ന് പറയുന്ന അതിരപ്പള്ളിയാണ്, അതിരപ്പള്ളി എത്താൻ കഴിയുക. അപ്പോൾ ഇന്നത്തെ റേഷൻ വിതരണം അവസാനിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള 4 കോളനികളാണ് നമുക്ക് നാളത്തെ ദിവസം കവർ ചെയ്യേണ്ടത്. ഈ കാണുന്ന കനാൽ പൊരിങ്ങൽകുത്ത് ഡാമിൽ നിന്നും എടമലയാർ ഡാമിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഒരു കനാലാണ്. ഇതിലെയാണ് വെള്ളം കൂടുതലുള്ള സമയത്ത്, ഡാമിൽ വെള്ളം കൂടുതലുള്ള സമയത്ത് എടമലയാർക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. രണ്ടാമത്തെ ദിവസത്തെ വിതരണം നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് വാഴച്ചാൽ ട്രൈബൽ സങ്കേതത്തിലോട്ടാണ്.
ഇന്ന് നമുക്ക് കവർ ചെയ്യേണ്ടത് 4 കോളനികളാണ്. അതിലൊരു കോളനി കുറച്ചുകൂടി കാടിൻ്റെ ഉള്ളിലേക്ക് 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടൊരു കോളനിയുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപ് നമുക്ക് ഏറ്റവും ആദ്യം വാഴച്ചാൽ ട്രൈബൽ സങ്കേതത്തിലോട്ട് പോകാം. അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഒരു കോളനിയാണ്. ഏകദേശം 65ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇത് അവരുടെ ഒരു സ്കൂളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നിർത്തി ഇവിടെയുള്ള ആളുകൾക്ക്, ഇത് റോഡിനോട് ചേർന്ന് തന്നെ ആയതുകൊണ്ട് ആളുകൾക്ക് എത്തിപ്പെടാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. പ്രധാന റോഡിനോട് ചേർന്ന് തന്നെയാണ് വണ്ടി ഹോൾട്ട് ചെയ്യുന്നതും. ആളുകളൊക്കെ അടുത്തടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമുക്കിന്ന് വിതരണം ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വരുമാന മാർഗം വാഴച്ചാൽ ടൂറിസ്റ്റ് കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള വരുമാന മാർഗമാണ്. ഇവിടുത്തെ VSS ആണ്, വനസംരക്ഷണ സമിതിയിലുള്ള പ്രവർത്തനമാണ് ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. അപ്പോൾ അവിടെ റേഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് തൊട്ടടുത്ത കോളനിയായ പൊകലപ്പാറയിലോട്ടാണ് പോകേണ്ടത്. പൊകലപ്പാറ ട്രൈബൽ സങ്കേതത്തിലോട്ടാണ് ഇപ്പോൾ വണ്ടി വന്നിരിക്കുന്നത്. ഇവിടെ താഴെ നേരത്തെ നമ്മൾ ഇന്നലെ കണ്ട പോലെ ആളുകളെ വിളിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. കുറച്ച് താഴേക്ക് ഇറങ്ങിപ്പോകണം അവരുടെ വീടുകളിലേക്ക്. അപ്പോൾ അവിടെ ചെന്ന് വണ്ടി എത്തിയിരുന്ന കാര്യം അവരറിയിച്ചതിന് ശേഷം അവരെ വിളിക്കാനുള്ള വഴിയാണ്, അവരുടെ വീടുകളാണ് ഈ കാണുന്നത്. അപ്പോൾ താഴത്തുള്ള വീടുകളിൽ ചെന്ന് എല്ലാ വീട്ടിലും കുറച്ച് വീടുകളിൽ പോയി പറഞ്ഞാൽ പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് എത്തിക്കോളും. അപ്പോൾ അവരെ ഒക്കെ അറിയിച്ചതിന് ശേഷം നമുക്ക് മുകളിലോട്ട് പോകാം. കുറേ പേര് എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ പതുക്കെ എത്തിക്കോളും. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട വരുമാന മാർഗം വനവിഭവങ്ങൾ ശേഖരിക്കുകയാണ്. ഇവിടെ ഈ പൊകലപ്പാറ ട്രൈബൽ സങ്കേതത്തിൽ ഏകദേശം 25ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. അപ്പോൾ അവരിൽ ഭൂരിഭാഗം ആളുകളും അരി വാങ്ങാനെടുത്തും. അപ്പോൾ അവർക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി പോകേണ്ടത് മുക്കമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. മുക്കമ്പുഴയിലുള്ള കാടർ വിഭാഗം ആളുകൾ താമസിക്കുന്ന ട്രൈബൽ സങ്കേതത്തിലോട്ടാണ്. ഈ യാത്രയിലെ ഏറ്റവും മനോഹരമായ ചില വിഷ്വൽസ് ഉള്ള സ്ഥലമാണത്. വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ ഉൾക്കാടിനകത്തേക്ക് 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു കോളനിയാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ അവിടെ താമസിക്കുന്നുള്ളൂ. അതിൽ ഭൂരിഭാഗം ആളുകളും ഈ വീടുകൾ അവർക്കുണ്ടെങ്കിലും അവർ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ വെള്ളത്തിനപ്പുറത്തുള്ള അല്ലെങ്കിൽ തുരുത്തുകളോട് ചേർന്നുള്ള സ്ഥലത്ത് താൽക്കാലിക ഷെഡ് കെട്ടി അവിടെ വനത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ വെള്ളത്തിൽ നിന്നൊക്കെ മീൻ പിടിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. അവിടെ നിന്ന് അവർ വല്ലപ്പോഴും മാത്രമാണ് ഇങ്ങോട്ടേക്ക് ഈ പറയുന്ന നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തേക്ക് വാഹനം എത്തിച്ചേരുന്ന സ്ഥലത്തേക്ക് എത്തുകയുള്ളൂ. കൂടുതൽ സമയവും അവർ ഈ വെള്ളത്തിന് മീൻപിടുത്തം ഒക്കെ ആയിട്ട് പുഴയോട് ചേർന്ന സ്ഥലങ്ങളിലും വനവിഭവങ്ങൾ ശേഖരിക്കാനായിട്ട് കാടിനകത്തൊക്കെ ആയിരിക്കും. ഇവരുടെ വീടുകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വീടുകളുണ്ടെങ്കിലും പലരും ഈ വീടുകളിൽ താമസം ഉണ്ടാവില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വനത്തിനോട് ചേർന്നുള്ള സ്ഥലത്തോ പുഴയോട് ചേർന്നുള്ള സ്ഥലത്തോ ഒക്കെ ടെൻറ്റ് കെട്ടി താമസിക്കുകയാണ് ഇവർ പതിവ്. എല്ലാ കോളനികൾക്ക് ചുറ്റും ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. കാരണം വനത്തിനകത്താണ്, വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകും. പലതരത്തിലുള്ള ദാരുണ സംഭവങ്ങളും ഈ കോളനികളിൽ നിന്നൊക്കെ പലപ്പോഴായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത് ഇവർക്ക് എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേരാനുള്ള വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഹോസ്പിറ്റലിൽ നിന്നും കുറേയധികം ദൂരെയാണ്. വാഹനം കിട്ടാനുള്ള ബുദ്ധിമുട്ട്. ഈ കോളനിയിൽ തന്നെ മറ്റു വാഹനങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ എത്തുന്നത് പെരിങ്ങൽകുത്ത് കാടർ കോളനിയിലാണ്. ഇവിടെ ഏകദേശം 30ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയുടെ തൊട്ടുപുറകിൽ കാണുന്ന വഴിയിലേക്കാണ് വണ്ടി നിർത്തുക. കോളനിയിൽ താമസിക്കുന്ന ആളുകളെല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തുകയാണ് പതിവ്. കാരണം ഈ വണ്ടി താഴത്തേക്ക് പോവില്ല.
അതിനുള്ള റോഡിന് വീതിയില്ല. അപ്പോൾ അവരെല്ലാവരും സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തും. അങ്ങനെ ഇവിടുത്തെ വിതരണവും അവസാനിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ ഈ സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ വിതരണത്തിലെ അവസാനത്തെ ട്രൈബൽ സങ്കേതത്തിലൂടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഏകദേശം 20ഓളം കുടുംബങ്ങളാണുള്ളത്. ഇവർ റേഷൻ വാങ്ങാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കുള്ള റേഷൻ സാധനങ്ങൾ കൂടി കൊടുത്തു കഴിഞ്ഞാൽ സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ 2 ദിവസത്തെ വിതരണം പൂർത്തിയാവുകയാണ്. വിതരണം അവസാനിച്ചതും മഴ ചാറി തുടങ്ങി. ഇതുപോലെ മഴ ഉണ്ടെങ്കിൽ ഇതുപോലെ സമയബന്ധിതമായി വിതരണം പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ പായ അഴിക്കാനോ വിതരണം നടത്താനോ സാധിക്കുകയില്ല. അപ്പോൾ വിതരണം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ല. അപ്പോൾ പായെല്ലാം ഇട്ട് നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ്. ഏകദേശം 7:30 നമുക്ക് തിരിച്ച് റേഷൻ കട എത്താൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സഞ്ചരിക്കുന്ന റേഷൻ കട. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.